ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് മോർ അബൌട്ട് ആസ്ട്രോണമി. ജ്യോതിശാസ്ത്രം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആസ്ട്രോണമി. കൂടുതൽ, മോർ. പഠിക്കുക, ലേൺ. താല്പര്യം, ഇൻട്രസ്റ്റ്. He is interested in learning more about astronomy. ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അവൾ ഫ്രഞ്ച് സംസാരിക്കാൻ പഠിക്കുകയാണ്. ഷീ ഈസ് ലേണിംഗ് ടു സ്പീക്ക് ഫ്രഞ്ച്. സംസാരിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്പീക്ക്. പഠിക്കുക, ലേൺ. ഷീ ഈസ് ലേണിംഗ് ടു സ്പീക്ക് ഫ്രഞ്ച്. അവൾ ഫ്രഞ്ച് സംസാരിക്കാൻ പഠിക്കുകയാണ്. ഞങ്ങൾ നദിയുടെ അരികിലൂടെ നടക്കാൻ പോയി. We went for a walk along the river. നദിയുടെ അരികിലൂടെ, along the river. നടക്കുക, walk. പോകുക, go. പോയി, went. We went for a walk along the river. ഞങ്ങൾ നദിയുടെ അരികിലൂടെ നടക്കാൻ പോയി. അദ്ദേഹത്തിന് ചരിത്രത്തിൽ വളരെ താല്പര്യമുണ്ട്. He is interested in history. ചരിത്രം, ഹിസ്റ്ററി. താല്പര്യം, ഇൻട്രസ്റ്റ്. വളരെ, വെരി. He is very interested in history. അദ്ദേഹത്തിന് ചരിത്രത്തിൽ വളരെ താല്പര്യമുണ്ട്. സംഗീത കച്ചേരിക്കുള്ള ടിക്കറ്റുകൾ പെട്ടെന്ന് വിറ്റു തീർന്നു. ദ കൺസേർട്ട് ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ക്വിക്ക്ലി. സംഗീത കച്ചേരി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കൺസേർട്ട്. പെട്ടെന്ന്, ക്വിക്ക്ലി. വിൽക്കുക, സെൽ. വിറ്റു, സോൾഡ്. ദ കൺസേർട്ട് ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ക്വിക്ക്ലി. സംഗീത കച്ചേരിക്കുള്ള ടിക്കറ്റുകൾ പെട്ടെന്ന് വിറ്റു തീർന്നു. അവൾക്ക് ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ട്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫോട്ടോഗ്രാഫി. താല്പര്യം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻട്രസ്റ്റ്. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫോട്ടോഗ്രാഫി. അവൾക്ക് ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ട്. കോർണറിലുള്ള പുതിയ കഫേ വളരെ ജനപ്രിയമാണ്. ദ ന്യൂ കഫേ ഓൺ ദ കോർണർ ഈസ് ക്വൈറ്റ് പോപ്പുലർ. മൂല അല്ലെങ്കിൽ കോൺ അല്ലെങ്കിൽ രണ്ട് തെരുവുകൾ സന്ധിക്കുന്ന സ്ഥലം, അതിനെയാണ് കോർണർ എന്ന് പറയുന്നത്. പുതിയ, ന്യൂ. ജനപ്രിയം, പോപ്പുലർ. ദ ന്യൂ കഫേ ഓൺ ദ കോർണർ ഈസ് ക്വൈറ്റ് പോപ്പുലർ. കോർണറിലുള്ള പുതിയ കഫേ വളരെ ജനപ്രിയമാണ്. അവനൊരു വലിയ പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു. ഹീ ഈസ് വർക്കിംഗ് ഓൺ എ ബിഗ് പ്രോജക്റ്റ്. വലിയ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബിഗ്. പ്രോജക്റ്റ്, പദ്ധതി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുക, വർക്ക്. ഹീ ഈസ് വർക്കിംഗ് ഓൺ എ ബിഗ് പ്രോജക്റ്റ്. അവനൊരു വലിയ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ കണ്ട സിനിമ ശരിക്കും രസകരമായിരുന്നു. ദ ഫിലിം വി വാച്ച്ഡ് വാസ് റിയലി എൻ്റർടൈനിങ്. ഞങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വി. കാണുക, വാച്ച്. ശരിക്കും, റിയലി. രസകരമായ, എൻ്റർടൈനിങ്. ദ ഫിലിം വി വാച്ച്ഡ് വാസ് റിയലി എൻ്റർടൈനിങ്. ഞങ്ങൾ കണ്ട സിനിമ ശരിക്കും രസകരമായിരുന്നു. അവൾ കേക്കും ബിസ്ക്കറ്റും ബേക്കിംഗ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. ഷീ ലവ്സ് ബേക്കിംഗ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്. ബേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുട്ടെടുക്കുക അല്ലെങ്കിൽ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ റൊട്ടി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ബേക്കിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുക, ലവ്. ഷീ ലവ്സ് ബേക്കിംഗ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്. അവൾ കേക്കും ബിസ്ക്കറ്റും ബേക്കിംഗ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. കാര്യങ്ങൾ ശരിയാക്കുന്നതിൽ അവൻ വളരെ മിടുക്കനാണ്. ഹീ ഈസ് വെരി ഗുഡ് അറ്റ് ഫിക്സിംഗ് തിങ്സ്. കാര്യങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് തിങ്സ്. ശരിയാക്കുക, ഫിക്സ്. വളരെ, വെരി. വളരെ മിടുക്കനാണ്, വെരി ഗുഡ് അറ്റ്. ഹീ ഈസ് വെരി ഗുഡ് അറ്റ് ഫിക്സിംഗ് തിങ്സ്. കാര്യങ്ങൾ ശരിയാക്കുന്നതിൽ അവൻ വളരെ മിടുക്കനാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കട അടച്ചിരുന്നു. ദ ഷോപ്പ് വാസ് ക്ലോസ്ഡ് വെൻ വി ഗോട്ട് ദെയർ. അവിടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദെയർ. എത്തുക, ഗെറ്റ്. എത്തി, ഗോട്ട്. കട, ഷോപ്പ്. അടയ്ക്കുക, ക്ലോസ്. അടച്ചു, ക്ലോസ്ഡ്. ദ ഷോപ്പ് വാസ് ക്ലോസ്ഡ് വെൻ വി ഗോട്ട് ദെയർ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കട അടച്ചിരുന്നു. അവൾ പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കുന്നത് ആസ്വദിക്കുന്നു. ഷീ എൻജോയ്സ് പെയിന്റിംഗ് ലാൻഡ്സ്കേപ്സ്. പ്രകൃതി ദൃശ്യങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാൻഡ്സ്കേപ്സ്. വരയ്ക്കുക, പെയിന്റ്. ആസ്വദിക്കുക, എൻജോയ്. ഷീ എൻജോയ്സ് പെയിന്റിംഗ് ലാൻഡ്സ്കേപ്സ്. അവൾ പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കുന്നത് ആസ്വദിക്കുന്നു. ഞങ്ങൾ നാളെ ബീച്ചിൽ പോകുന്നു. വി ആർ ഗോയിങ് ടു ദ ബീച്ച് ടുമാറോ. നാളെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടുമോറോ. കടൽ തീരം, ബീച്ച്. വി ആർ ഗോയിങ് ടു ദ ബീച്ച് ടുമോറോ. ഞങ്ങൾ നാളെ ബീച്ചിൽ പോകുന്നു.
അവൻ അവസാന പരീക്ഷയ്ക്കായി പഠിക്കുകയാണ്. ഹീ സ്റ്റഡിങ് ഫോർ ഹിസ് ഫൈനൽ എക്സാംസ്. അവസാന, ഫൈനൽ. പരീക്ഷകൾ, എക്സാംസ്. പഠിക്കുക, സ്റ്റഡി. ഹീ സ്റ്റഡിങ് ഫോർ ഹിസ് ഫൈനൽ എക്സാംസ്. അവൻ അവസാന പരീക്ഷകൾക്കായി പഠിക്കുകയാണ്. പൂന്തോട്ടത്തിന് വളരെയധികം അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. ദ ഗാർഡൻ നീഡ്സ് എ ലോട്ട് ഓഫ് മെയിൻ്റനൻസ്. പൂന്തോട്ടം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗാർഡൻ. വളരെയധികം, എ ലോട്ട് ഓഫ്. അറ്റകുറ്റപ്പണികൾ, മെയിൻ്റനൻസ്. ആവശ്യം, നീഡ്. ദ ഗാർഡൻ നീഡ്സ് എ ലോട്ട് ഓഫ് മെയിൻ്റനൻസ്. പൂന്തോട്ടത്തിന് വളരെയധികം അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. അവൾ വളരെ സർഗശക്തിയുള്ളതും കലാപരവുമായ ഒരാളാണ്. ഷീ ഈസ് വെരി ക്രിയേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക്. അവൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഷീ. വളരെ, വെരി. സർഗശക്തി, ക്രിയേറ്റീവ്. കലാപരമായ അല്ലെങ്കിൽ കലാപ്രേമി, ആർട്ടിസ്റ്റിക്. ഷീ ഈസ് വെരി ക്രിയേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക്. അവൾ വളരെ സർഗശക്തിയുള്ളതും കലാപരവുമായ ഒരാളാണ്. മത്സരം കാണാൻ വളരെ ആവേശകരമായിരുന്നു. ദ മാച്ച് വാസ് വെരി എക്സൈറ്റിംഗ് ടു വാച്ച്. മത്സരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മാച്ച്. കാണുക, വാച്ച്. വളരെ, വെരി. ആവേശകരമായ, എക്സൈറ്റിംഗ്. ദ മാച്ച് വാസ് വെരി എക്സൈറ്റിംഗ് ടു വാച്ച്. മത്സരം കാണാൻ വളരെ ആവേശകരമായിരുന്നു. അദ്ദേഹം കഴിവുള്ള ഒരു സംഗീതജ്ഞനാണ്. ഹീ ഈസ് എ ടാലൻറ്റഡ് മ്യൂസീഷ്യൻ. കഴിവ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടാലൻറ്റ്. സംഗീതജ്ഞൻ, മ്യൂസീഷ്യൻ. ഹീ ഈസ് എ ടാലൻറ്റഡ് മ്യൂസീഷ്യൻ. അദ്ദേഹം കഴിവുള്ള ഒരു സംഗീതജ്ഞനാണ്. അവർ പാർക്കിൽ ഒരു പുതിയ കളിസ്ഥലം പണിയുകയാണ്. ദേ ആർ ബിൽഡിംഗ് എ ന്യൂ പ്ലേ ഗ്രൗണ്ട് ഇൻ ദ പാർക്ക്. കളിസ്ഥലം അല്ലെങ്കിൽ ഉദ്യാനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പാർക്ക്. പുതിയ, ന്യൂ. കളിക്കാനുള്ള സ്ഥലം, പ്ലേ ഗ്രൗണ്ട്. പണിയുക, ബിൽഡ്. ദേ ആർ ബിൽഡിംഗ് എ ന്യൂ പ്ലേ ഗ്രൗണ്ട് ഇൻ ദ പാർക്ക്. അവർ പാർക്കിൽ ഒരു പുതിയ കളിസ്ഥലം പണിയുകയാണ്. അവൾ ഒരു കൗതുകകരമായ പുസ്തകം വായിക്കുന്നു. ഷീ ഈസ് റീഡിംഗ് എ ഫാസിനേറ്റിംഗ് ബുക്ക്. കൗതുകകരമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫാസിനേറ്റിംഗ്. പുസ്തകം, ബുക്ക്. വായിക്കുക, റീഡ്. ഷീ ഈസ് റീഡിംഗ് എ ഫാസിനേറ്റിംഗ് ബുക്ക്. അവൾ ഒരു കൗതുകകരമായ പുസ്തകം വായിക്കുന്നു. ജോലിക്ക് സൈക്കിളിൽ പോകാൻ അവൻ ഇഷ്ടപ്പെടുന്നു. ഹീ ലൈക്സ് ടു സൈക്കിൾ ടു വർക്ക്. ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. ഇഷ്ടപ്പെടുക, ലൈക്ക്. ഹീ ലൈക്സ് ടു സൈക്കിൾ ടു വർക്ക്. ജോലിക്ക് സൈക്കിളിൽ പോകാൻ അവൻ ഇഷ്ടപ്പെടുന്നു. നായയ്ക്ക് കുളിക്കണം. ദ ഡോഗ് നീഡ്സ് എ ബാത്ത്. നായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡോഗ്. കുളിക്കുക, ബാത്ത്. ദ ഡോഗ് നീഡ്സ് എ ബാത്ത്. നായയ്ക്ക് കുളിക്കണം. അവൾ ഒരു ചാരിറ്റി പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഷീ ഈസ് ഓർഗനൈസിങ് എ ചാരിറ്റി ഇവൻറ്റ്. ചാരിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരുണ്യ പ്രവർത്തനം. പരിപാടി, ഇവൻറ്റ്. സംഘടിപ്പിക്കുക, ഓർഗനൈസ്. ഷീ ഈസ് ഓർഗനൈസിങ് എ ചാരിറ്റി ഇവൻറ്റ്. അവൾ ഒരു ചാരിറ്റി പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഞങ്ങൾ അടുത്ത മാസം ഒരു വിവാഹത്തിന് പോകുകയാണ്. വി ആർ ഗോയിങ് ടു എ വെഡ്ഡിംഗ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നെക്സ്റ്റ് മന്ത്. വിവാഹം, വെഡ്ഡിംഗ്. പോകുക, ഗോ. വി ആർ ഗോയിങ് ടു എ വെഡ്ഡിംഗ് നെക്സ്റ്റ് മന്ത്. ഞങ്ങൾ അടുത്ത മാസം ഒരു വിവാഹത്തിന് പോകുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിക്കുകയാണ്. ഹീ ഈസ് ലേണിംഗ് ടു പ്ലേ ദ ഗിറ്റാർ. വായിക്കുക, പ്ലേ. പഠിക്കുക, ലേൺ. ഹീ ഈസ് ലേണിംഗ് ടു പ്ലേ ദ ഗിറ്റാർ. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിക്കുകയാണ്. നാളെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ദ വെദർ ഫോർകാസ്റ്റ് സെയ്സ് ഇറ്റ് വിൽ റെയിൻ ടുമോറോ. നാളെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടുമോറോ. മഴ പെയ്യുക, റെയിൻ. കാലാവസ്ഥ, വെദർ. പ്രവചനം, ഫോർകാസ്റ്റ്. ദ വെദർ ഫോർകാസ്റ്റ് സെയ്സ് ഇറ്റ് വിൽ റെയിൻ ടുമോറോ. നാളെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അവൾ വളരെ അടുക്കും ചിട്ടയുള്ളതും കാര്യക്ഷമതയുള്ളതുമായ ഒരാളാണ്. ഷീ ഈസ് വെരി ഓർഗനൈസ്ഡ് ആൻഡ് എഫിഷ്യൻറ്റ്. വളരെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വെരി. അടുക്കും ചിട്ടയുള്ളതുമായ, ഓർഗനൈസ്ഡ്. കാര്യക്ഷമതയുള്ള, എഫിഷ്യൻറ്റ്. ഷീ ഈസ് വെരി ഓർഗനൈസ്ഡ് ആൻഡ് എഫിഷ്യൻറ്റ്. അവൾ വളരെ അടുക്കും ചിട്ടയുള്ളതും കാര്യക്ഷമതയുള്ളതുമായ ഒരാളാണ്. അവർ അവരുടെ അടുക്കള പുതുക്കി പണിയാൻ പദ്ധതിയിടുന്നു. ദേ ആർ പ്ലാനിങ് ടു റിനോവേറ്റ് ദെയർ കിച്ചൺ. അടുക്കള എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കിച്ചൺ. പുതുക്കി പണിയുക, റിനോവേറ്റ്. പദ്ധതിയിടുക, പ്ലാൻ.
ദേ ആർ പ്ലാനിങ് ടു റിനോവേറ്റ് ദെയർ കിച്ചൺ. അവർ അവരുടെ അടുക്കള പുതുക്കി പണിയാൻ പദ്ധതിയിടുന്നു. ബേക്കറിയിൽ ഏറ്റവും മികച്ച പേസ്ട്രികൾ വിൽക്കുന്നു. ദ ബേക്കറി സെൽസ് ദ ബെസ്റ്റ് പേസ്ട്രീസ്. ചിലതരം പലഹാരങ്ങളെയാണ് നമ്മൾ പേസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മികച്ച ബെസ്റ്റ്, വിൽക്കുക സെൽ. ദ ബേക്കറി സെൽസ് ദ ബെസ്റ്റ് പേസ്ട്രീസ്. ബേക്കറിയിൽ ഏറ്റവും മികച്ച പേസ്ട്രികൾ വിൽക്കുന്നു. നമ്മളിതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.